ഫാത്തിമാൻഷിയെ പോലൊരു പെൺകുട്ടിയെ കേൾക്കാൻ തയ്യാറാകുന്ന തരത്തിലേക്ക് ആ കുഞ്ഞിനെ വളർത്തിയെടുത്ത ആ കുട്ടിയെ ഇവിടെ നേരത്തെ പറഞ്ഞ അവളുടെ ഉപ്പായെ പറ്റിയാണ് എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി ഓർക്കാനുള്ളത്. കാരണം ഇവിടെ ആൺകുട്ടികൾക്ക് മാത്രമല്ല, പെൺകുട്ടികൾക്കും സമൂഹത്തിനകത്ത് ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും ആൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യങ്ങളും വ്യക്തമായി ചെയ്യുവാനും സമൂഹത്തിനകത്തേക്ക് പരിവർത്തനങ്ങൾ നടത്തുവാനും ശേഷിയുള്ള പെൺകുട്ടികൾ ഒരുപാട് ഫാത്തിമാൻഷിമാർ ഉണ്ടായേനെ. ഒരുപാട് ഉപ്പമാർ മനസ്സിൽ വെച്ചിരുന്നെങ്കിൽ ഫാത്തിമാൻഷിയുടെ ഉപ്പയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യനെ വളരെ വികാരമായി കൂടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്. ആ കുട്ടിയുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച്, ആ കുട്ടി കടന്നു വന്ന വഴികളെ കുറിച്ച്, ആ കുട്ടി നേടിയ നേട്ടങ്ങളെ കുറിച്ച്, കാഴ്ചയുടെ പരിമിതിയെ ഒരു ചാലഞ്ചാക്കി മാറ്റിക്കൊണ്ട് ആ കുട്ടി നേടിയ നേട്ടങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള പ്രതിസന്ധികളുടെ കടലുകൾ ഉണ്ടാവും. ആ കുട്ടി കടന്നു വന്നിട്ടുള്ള ഒരുപാട് സ്ട്രഗിളുകളുടെ വലിയ 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 ഹിമാലയൻ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ആ പ്രശ്നങ്ങളെല്ലാം മറികടക്കാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിലതിന് പ്രചോദനമായത് ആ കുഞ്ഞിൻ്റെ ഉപ്പയും അതിനെ പ്രോത്സാഹിപ്പിച്ച അതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരുമായിരിക്കും. എനിക്കറിയില്ല, അതിൻ്റെ കുട്ടിയുടെ ഫാമിലി അറ്റ്മോസ്ഫിയർ ഒന്നും എനിക്കറിയില്ല. ഉപ്പയെ പറഞ്ഞത് കൊണ്ടാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിനകത്തുമുള്ള കുട്ടികൾക്കും ഫാത്തിമ അഞ്ചുമാരും ഫാത്തിമ അഞ്ചന്മാരും ഒക്കെ ഉണ്ടാവും. മാതാപിതാക്കൾ, ചുറ്റുപാടുകൾ, സമൂഹം ഒരു കൈനീട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമില്ലാതെ ഈ സൊസൈറ്റിക്കകത്തേക്ക് നേട്ടങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ നാടിന് ഫാത്തിമാൻഷി നേരത്തെ പറഞ്ഞ വാചകം ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ സംസാരിച്ചത് ഫാത്തിമാൻഷി പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ പറ്റി സംസാരിക്കാൻ 19 വയസ്സോ 20 വയസ്സോ ഒരു പെൺകുട്ടിക്ക് കഴിയുന്നത് കാഴ്ച പരിമിതി ഉണ്ടായിരിക്കാം, പക്ഷെ കാഴ്ചപ്പാടിന് ആ കുട്ടിക്ക് പരിമിതിയില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ കുട്ടികൾക്കും എൻ്റെ മക്കൾക്കും നമ്മുടെ മക്കൾക്കും എല്ലാം അങ്ങനെ പറയാൻ വേണ്ടി നാളെ ഒരു സദസ്സിൽ വന്ന് എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ വാപ്പച്ചിയാണ്, എൻ്റെ ഉമ്മച്ചിയാണ്, എൻ്റെ അപ്പച്ചനാണ്, എൻ്റെ അമ്മച്ചിയാണ്, എന്നെ സൊസൈറ്റിക്കകത്തേക്ക് അഭിമാനമുള്ളൊരു കസേരയിലേക്ക് എന്നെ ഇരുത്തുകയും എൻ്റെ മുമ്പിലേക്ക് ഒരു മൈക്ക് നീട്ടിത്തരികയും ചെയ്യാൻ പ്രോത്സാഹനമായത് അവരാണ് എന്ന് പറയാൻ തക്കവണ്ണം നമുക്കെല്ലാം മാതാപിതാക്കളാകാൻ കഴിയട്ടെ, പേരൻസ് ആവാൻ കഴിയട്ടെ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം.